ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിന്നർ പാർട്ടി വ്ലോഗുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് സൽക്കാരം കൂടാൻ പോയ വിശേഷങ്ങളും ഗൾഫേരെ കണ്ട വിശേഷങ്ങളും കുഞ്ഞാമാൻ്റെ വീട്ടിലോട്ട് പോയത് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രൂസ്റ്റൊക്കെ ഇങ്ങനെ പൊടിയിൽ മുക്കി വെച്ച് അതൊക്കെ ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് ബീഫ് വരട്ടിയത്, അപ്പുറത്ത് കായം കൂട്ടി വെച്ചത് കേട്ടോ. പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. ഇളനീർ പുഡിങ്ങാണ്, അത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കാടയൊക്കെ പൊരിച്ചെടുക്കുകയാണ് നമ്മൾ. പിന്നെ കുഴിമന്തി ഉണ്ടായിന്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിഭവം. ഇതിൻ്റെയൊക്കെ വിഭവം വേണമെന്നുവെച്ചെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാതും മേശമ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം അവരൊക്കെ കാണുക കേട്ടോ. അനിയത്തിൻ്റെയും ബ്രദറിൻ്റെ കല്യാണം അടുത്ത 3 മാസമായിട്ടാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവരെ കല്യാണത്തിനൊന്നും ഇവർക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. ഇനി മൂത്താപ്പാൻ്റെ മോനും മോളും അമ്മായിൻ്റെ മോനും അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇവരൊക്കെ ഗൾഫിലായതുകൊണ്ട് അവർക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോഴാണ് ഒരുമിച്ച് കൂടിയത്. എല്ലാവരും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു സൽക്കാരം കൂട്ടിയതാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് കാണും ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ചെയ്താലും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സൽക്കാരം കൂട്ടിയതേനെ അവരെല്ലാവരും. ഞങ്ങൾ പിന്നെ തിരിച്ച് മസ്കറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാ ഫുഡും മേശമ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടോ. അങ്ങനെ അവരൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അവിടെ ഇരുന്ന് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഭക്ഷണം റെഡി അത് ഇത് ആൾക്കാരുടെ എല്ലാവരും തീറ്റിപ്പിച്ചിട്ടുണ്ടെന്നല്ലോ. ഞങ്ങൾക്ക് പിന്നെ തറവാട് വീടായതുകൊണ്ട് എല്ലാവരും നല്ല രസമാണ്. എല്ലാവരും വന്നും പോയി ഓടിക്കോട്ടോ. പിന്നെ ഇത് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് അതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഫുഡ് കഴിക്കുന്നത്. അവരൊക്കെ ഫുഡ് കഴിച്ച് കാണുന്ന ഇന്നൊരു ഫോട്ടോ എടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസം രാത്രി കുഞ്ഞാമാൻ്റെ വീട് കാണാൻ വേണ്ടി പോയതിന്. ഹസ്ബൻഡ് വീടൊന്നും കണ്ടിട്ടില്ലേനോ. ഞങ്ങൾ പിന്നെ സൽക്കാരമൊക്കെ കൂടാൻ വേണ്ടി പോയിരുന്നു കുഞ്ഞാമാൻ്റെ വീട്ടിൽ. ഞങ്ങളൊരു സൽക്കാരം ഹസ്ബൻഡ് പിന്നെ ടൂറൊക്കെ പോയതുകൊണ്ട് ഹസ്ബൻഡ് വരാൻ പറ്റിയിട്ടില്ലേനു. അപ്പോൾ അങ്ങനെ വീടും കാണാൻ വിചാരിച്ച് 2 വർഷമായി ഇവർ കൂടിയിരുന്നിട്ട്. കുഞ്ഞാമ്മ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തരിക കേട്ടോ, കൊടുന്നിരുന്നത്. പിന്നെ ആപ്പ അങ്ങനെ പെട്ടെന്ന് ആപ്പാക്ക് സൽക്കാരം ഉണ്ടാകാണ്ട് ആപ്പിയും പോകാൻ നിന്ന്. പിന്നെ ചായയൊക്കെ കുടിച്ചതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതോട്ടെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളും തിരിച്ചിങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആപ്പാക്കും ഫോൺ വിളിയും ഒക്കെ വരല് തുടങ്ങി. അപ്പോൾ അങ്ങനെ ആപ്പിയാനെ പോയിട്ടോ. ഞങ്ങളും അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടോ വീട്ടിലോട്ട് പോയി. കുറേ നേരമായിന്. ഞങ്ങൾ പിന്നെ ഈ 6-ാം തീയതി മസ്കറ്റൊക്കെ പോകുന്ന തിരക്കും അതും ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അതും ഇതിൽ കൊടുത്ത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ പുലർച്ചെ 5:20 ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങളിവിടെ എയർപോർട്ടിലൊക്കെ എത്തി. കുറേ മാസങ്ങൾ 4 മാസം നാട്ടിലടുപ്പിച്ച് നിന്ന് ഫീലിംഗ് തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എല്ലാവർക്കും ഇടങ്ങാറ് തന്നെയായിരുന്നു. അടുപ്പിച്ച് 4 മാസം നിന്നുകൊണ്ട് ഇതെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ വന്ന് എല്ലാവരും ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റിലിങ്ങനെ ഇരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ എല്ലാവരും ഒന്ന് ഫ്ലൈറ്റിലാണെന്ന് ഉറങ്ങിയിട്ടോ. 5:20 ഫ്ലൈറ്റായതുകൊണ്ട് രാവിലെ പുലർച്ചെല്ലേനോ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കണം. അതിന് ഫ്രണ്ടൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചാൽ വിചാരിച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും ഇല്ലേനു, കിട്ടിയിട്ടില്ലേനു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കാണാൻ നേരെ റൂമിലേക്ക് തിരിച്ചിട്ടോ.